ഹർത്താലിന്റെ പേരിൽ വ്യാപക ബി.ജെ.പി. ആക്രമണം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് സമീപവും സംഘർഷത്തിന് ബി.ജെ.പി. ശ്രമം നടത്തി. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ബി.ജെ.പി. പ്രവർത്തകന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് കലോത്സവ വേദിക്കരികിലൂടെ കടത്തിവിട്ടു. ഹർത്താലിന്റെ മറവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ആർ.എസ്.എസ്. ബി.ജെ.പി. നേതൃത്വം നടത്തിയത്. രാവിലെ പ്രധാന വേദിയായ നിലയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ് അക്രമങ്ങൾക്ക് തുടക്കമിട്ടത്. മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ അക്രമം ആരംഭിച്ചു. പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രവർത്തകർ NGO യൂണിയൻ ഓഫീസ് എറിഞ്ഞു തകർത്തു. കർഷക സംഘം സംസ്ഥാന സമ്മേളന പ്രചാരണ ബോർഡുകളും തകർത്തു. പിന്നീട് കൊല്ലപ്പെട്ട ബി.ജെ.പി. പ്രവർത്തകന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കലോത്സവ വേദി വഴി കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ ഈ ആവശ്യം പോലീസ് നിരാകരിച്ചതോടെ സ്ഥലത്ത് വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു. ബി.ജെ.പി. പ്രവർത്തകരും പോലീസും ഇരുഭാഗത്തുമായി തമ്പടിച്ചു. മണിക്കൂറുകളോളം നഗരം ഭീതിയുടെ മുൾമുനയിലായിരുന്നു. ഒടുവിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങൾ കലോത്സവ വേദിക്ക് സമീപത്തുകൂടെ കടത്തിവിട്ടതിനെ തുടർന്നാണ് സംഘർഷത്തിന് അയവ് വന്നത്. കണ്ണൂരിൽ നിന്നും PV കുട്ടൻ. കണ്ണൂരിൽ ധർമ്മടത്തെ ബി.ജെ.പി. പ്രവർത്തകന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന സംശയം ബലപ്പെടുന്നു. കൊലയ്ക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്ന സൂചന. ഇത് സംബന്ധിച്ച് ധർമ്മടം പോലീസിൽ കേസ് നിലവിലുള്ളതായും റിപ്പോർട്ടുണ്ട്. ധർമ്മടം അണ്ടല്ലൂരിലെ ബി.ജെ.പി. പ്രവർത്തകൻ സന്തോഷിന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളാണ് പുറത്തുവരുന്നത്. കുടുംബ പ്രശ്നവും വ്യക്തിവൈരാഗ്യവുമാണ് വധത്തിന് പിന്നിലെന്നാണ് സൂചന. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് സന്തോഷിനെതിരെ ഭാര്യ സഹോദരി ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 2016 നവംബർ 25 നൽകിയ പരാതിയെ തുടർന്ന് 1224/2016 എന്ന ക്രൈം നമ്പറിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് സന്തോഷിനെ ജാമ്യത്തിലിറക്കാൻ ആർ.എസ്.എസ്. ബി.ജെ.പി. പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. CPIM പ്രവർത്തകനായ അരയാക്കണ്ടി സാലിയാണ് ജാമ്യത്തിലിറക്കിയത്. അന്നു മുതൽ സന്തോഷ് ആർ.എസ്.എസ്. നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. ഭാര്യയും മക്കളും വീട്ടിലില്ലാത്ത സമയത്താണ് അക്രമികൾ സന്തോഷിനെ കൊലപ്പെടുത്തിയത്. സന്തോഷ് വീട്ടിൽ തനിച്ചായിരുന്നുവെന്നറിയുന്നത് സമീപത്തെ ബി.ജെ.പി. പ്രവർത്തകർക്ക് മാത്രമായിരുന്നു. അതോടൊപ്പം കൊലക്കേസ് അന്വേഷണത്തിനിടെ പോലീസ് നായ ആർ.എസ്.എസ്. പ്രവർത്തകന്റെ വീട്ടിലേക്ക് കയറിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും PV കുട്ടൻ. ജല്ലിക്കെട്ടിൽ കേന്ദ്ര സർക്കാർ ഇടപെടില്ല. ഇടപെടുന്നത് കോടതിയലക്ഷ്യമാകുമെന്ന് പ്രധാനമന്ത്രി. ജല്ലിക്കെട്ടിന് അനുമതി ആവശ്യപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പനീർശെൽവത്തെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ജല്ലിക്കെട്ട് പ്രക്ഷോഭം വിദ്യാർത്ഥി സംഘടനകൾ ദില്ലിയിലേക്കും വ്യാപിപ്പിച്ചു. ജല്ലിക്കെട്ട് നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ് ജനത തെരുവിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് മുഖ്യമന്ത്രി പനീർശെൽവം ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ടത്. തമിഴ് ജനതയുടെ ആചാരത്തിന്റെ ഭാഗമാണ് ജല്ലിക്കെട്ടെന്നും ജല്ലിക്കെട്ട് നടത്താൻ ഓർഡിനൻസ് ഇറക്കണമെന്നും പനീർശെൽവം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഓർഡിനൻസ് ഇറക്കിയില്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്ഥിതി സ്ഫോടകാത്മക സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഓർഡിനൻസ് ഇറക്കുന്ന കാര്യത്തിൽ ഉറപ്പു നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ല. ജല്ലിക്കെട്ടിന്റെ സാംസ്കാരിക പ്രാധാന്യം സർക്കാർ പരിഗണിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ സർക്കാർ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഇപ്പോൾ ഓർഡിനൻസ് ഇറക്കി കോടതി ലക്ഷ്യത്തിന് തയ്യാറാകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിലെ വൻ വിദ്യാർത്ഥി പ്രക്ഷോഭം ദില്ലിയിലേക്കും വ്യാപിച്ചു. ജല്ലിക്കെട്ടിന് അനുമതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. രാവിലെ തൊട്ട് ഇട്ടൊരാൾ ഒരാളും ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഇതേപോലെ തമിഴ്നാട്ടിൽ 3 ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുക. ഇതിന് വളരെ തീരുമാനിക്കണം. പെട്ടെന്ന് ഇന്ന് വളരെ തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അതേസമയം ജല്ലിക്കെട്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് തമിഴ് നടൻ വിശാലും രംഗത്തെത്തി. സുപ്രീം കോർട്ടിൽ there is a ban on ஜல்லிக்கட்டு. பட் அதை தாண்டி ஒரு ஆர்டினன்ஸ் பாஸ் பண்ணி இந்த ஜல்லிக்கட்டுன்ற ஒரு விஷயத்தை கூடிய சீக்கிரம் முறையா அது நடத்துறதுக்கான ஒரு முயற்சி பண்ணலாம்ன்றது ഒരു വിഷയം ഇருக்கு. ഇതിനിടയിൽ ജല്ലിക്കെട്ട് സമരവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാനാകില്ലെന്നും മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി അറിയിച്ചു. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ തന്നെ പ്രതിഷേധം ശക്തമാകുമ്പോഴും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനാകാത്തത് വരും ദിനങ്ങളിലും കാര്യങ്ങൾ സങ്കീർണമാക്കുമെന്ന് ഉറപ്പാണ്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. യു.പിയിൽ ബീഹാർ മോഡൽ മഹാസഖ്യമില്ല. കോൺഗ്രസുമായി മാത്രം സഖ്യമെന്ന് സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ചു. മറ്റു പാർട്ടികളുമായി സഖ്യം ചേരുന്നത് ശക്തി കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുന്നതിന് വഴിവെക്കുമെന്ന് വിശദീകരണം. കോൺഗ്രസിന് 100 സീറ്റുകൾ നൽകും. 303 സീറ്റുകളിൽ SP മത്സരിക്കും. പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് കിരൺ മൊയ്നന്തയാണ് ഇക്കാര്യം അറിയിച്ചത്. ബീഹാർ മോഡൽ മഹാസഖ്യം യു.പിയിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. കോൺഗ്രസ് ഒഴികെ മറ്റൊരു പാർട്ടികളുമായി സമാജ്വാദി പാർട്ടി സഖ്യത്തിനില്ലെന്ന് പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് കിരൺ മൊയ്നന്തയാണ് അറിയിച്ചത്. 403 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കും.
കോൺഗ്രസിന് 100 സീറ്റുകൾ നൽകാനും ധാരണയായി. JDU, തൃണമൂൽ ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി സഖ്യം വേണ്ടെന്ന പാർട്ടി തീരുമാനത്തിനിടയിലും അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ദളുമായി ഇന്നും അഖിലേഷിന്റെ അനുയായികൾ ചർച്ച നടത്തിയിരുന്നു. 30 സീറ്റുകളാണ് RLD ആവശ്യപ്പെട്ടതെങ്കിലും RLDയുമായി സഖ്യത്തിലേർപ്പെടുന്നത് പടിഞ്ഞാറൻ UPയിലെ ശക്തി കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുന്നതിന് വഴിവെക്കുമെന്ന് വിലയിരുത്തി RLD സഖ്യവും സമാജ്വാദി പാർട്ടി വേണ്ടെന്ന് വച്ചു. RLDയുമായി സഖ്യം ചേരുന്നത് BJPയിലേക്കുള്ള വോട്ട് ചോർച്ചയ്ക്ക് വഴിവെക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. മഹാസഖ്യ രൂപീകരണ നീക്കം ഉപേക്ഷിച്ചതോടെ മുലായം സിംഗ് മുന്നോട്ട് വച്ച 38 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ അഖിലേഷ് ഇനി അംഗീകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ സ്ഥാനമേൽക്കും. അധികാരമേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റെടുക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയിലാകെ പ്രതിഷേധം ശക്തമാകുകയാണ്. സ്ഥാനാരോഹണ ദിവസവും അതിനുശേഷവും പ്രതിഷേധം തുടരാൻ അനുമതി തേടിയിരിക്കുകയാണ് സംഘടനകൾ. ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതായി പ്രഖ്യാപിച്ച അന്ന് തന്നെ ട്രംപ് ടവറിന് മുന്നിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പിന്നെയും അങ്ങുമിങ്ങും അത് തുടർന്നു. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ അമ്പരപ്പോടെയായിരുന്നു കണ്ടത്. ഒബാമ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉണ്ടായ കയ്യടി അതിനാൽ തന്നെ ട്രംപിന് കിട്ടിയതുമില്ല. തെരഞ്ഞെടുക്കപ്പെടരുതാത്ത സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലോകം മുഴുവൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിച്ചത് അതിന് കാരണമാവുകയും ചെയ്തു. സംഘടിത പ്രതിഷേധങ്ങൾ തുടങ്ങിയത് ജനുവരി 14-നാണ്. മെക്സിക്കൻ ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങളായിരുന്നു കാരണം. രാഷ്ട്രീയ എതിരാളികൾക്ക് പുറമെ കുടിയേറ്റക്കാരും സ്വർഗാനുരാഗികളും ചലച്ചിത്ര പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ ലൈംഗികാരോപണങ്ങളുമായി രംഗത്തുവന്ന മോഡലും മുൻ റിയാലിറ്റി ഷോ താരവുമായ സമ്മർ സർവോസും വീണ്ടും ആരോപണങ്ങളുമായി രംഗത്ത് വരിക മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് അപകീർത്തി കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. പബ്ലിക് സ്കൂളുകൾക്കുള്ള ഫണ്ട് വിഹിതവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളും ട്രംപിനെതിരെ പ്രതിഷേധവുമായി എത്തുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. സാംസങ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ഗാലക്സി C9 Pro പുറത്തിറക്കി. മെറ്റൽ യൂണിബോർഡിലുള്ള C9 Pro നിരവധി സവിശേഷതകളുമായാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് അത്യാകർഷകമായ കാഴ്ചയും ഏറ്റവും മികച്ച മൾട്ടിമീഡിയയും ക്യാമറ അനുഭവവും പ്രദാനം ചെയ്യുന്ന സൂപ്പർ സ്ക്രീൻ, സൂപ്പർ മെമ്മറി, സൂപ്പർ ക്യാമറ എന്നിവയാണ് C9 Proയുടെ സവിശേഷതകൾ. 6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, 6GB RAM, 4000 mAh ബാറ്ററി എന്നിവ പ്രത്യേകതകളാണ്. 2 സിം കാർഡുകളും പ്രത്യേകമായ അധിക മൈക്രോ SD കാർഡ് സ്ലോട്ടും സാംസങ് ഗാലക്സി C9 Proയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ മുന്നിലും പിന്നിലുമുള്ള 16MP ക്യാമറകൾ f1.9 ലെൻസിന്റെ സഹായത്തോടെ കുറഞ്ഞ വെളിച്ചത്തിൽ പോലും ഏറ്റവും മികച്ച ചിത്രങ്ങൾ പകർത്താൻ സഹായിക്കുമെന്ന് സാംസങ് ഇന്ത്യയുടെ മൊബൈൽ ബിസിനസ് സെയിൽസ് വൈസ് പ്രസിഡന്റ് രാജു പുലൻ പറഞ്ഞു. 2 നിറങ്ങളിലാണ് സാംസങ് ഗാലക്സി C9 Pro ലഭ്യമാവുക. കറുപ്പും സ്വർണ്ണ നിറവും. എല്ലാ റീറ്റെയിൽ ചാനലുകളും വഴി ഫെബ്രുവരി 2ാം പകുതി മുതൽ ഫോൺ ലഭ്യമാകും. തെരഞ്ഞെടുത്ത സ്റ്റോറുകളും ഓൺലൈൻ ചാനലുകളും വഴി ജനുവരി 27 മുതൽ പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രീ ബുക്കിംഗ് നടത്തുന്നവർക്ക് 12 മാസത്തേക്ക് ഒറ്റത്തവണ സ്ക്രീൻ റീപ്ലേസ്മെന്റ് ലഭ്യമായിരിക്കും. 36,900 രൂപയാണ് ഗാലക്സി C9 Proയുടെ വില. ന്യൂസ് ഡെസ്ക്. ആന്തൂറിയം കൃഷി പ്രചാരത്തിൽ വരുവാൻ അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അന്തരീക്ഷ ആർദ്രത, അന്തരീക്ഷ ഊഷ്മാവ്, മഴ, സംസ്ഥാനമൊട്ടാകെ പരന്നുകിടക്കുന്ന തീരപ്രദേശം എന്നിവയാണ് ആന്തൂറിയം കൃഷി പ്രചരിക്കുവാൻ അനുകൂലമായ ഘടകങ്ങൾ. ഒരു ദുർബല സസ്യമാണ് ആന്തൂറിയം. ചെടികൾ വളരെ പതുക്കെ മാത്രമേ വളരൂ. ഇലകൾ തണ്ടിനു ചുറ്റുമായി കാണപ്പെടും. ചെടി 50 മുതൽ 100 സെന്റിമീറ്റർ പൊക്കത്തിൽ വളരാറുണ്ട്. നല്ലപോലെ ശ്രദ്ധിച്ചു വളർത്തിയാൽ 10 വർഷവും അതിനു മുകളിലും ആന്തൂറിയം ചെടികൾ വളരും. ആന്തൂറിയം ജനസിൽ ഏകദേശം 600 ഇനങ്ങളുണ്ടെങ്കിലും അവയിൽ പ്രചാരത്തിലുള്ളവ 6-7 ഇനങ്ങൾ മാത്രമാണ്. നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആന്തൂറിയത്തിന്റെ പ്രധാന ഇനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് ചുവപ്പ് നിറമുള്ള പൂക്കൾക്കാണ്. 1000 ചെടിച്ചട്ടികൾക്ക് താഴെയാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെടിച്ചട്ടികളിൽ കൃഷി ചെയ്യുന്നതാണ് സൗകര്യം. ചെടിയിരിക്കുന്ന സ്ഥലത്തെ സൂര്യപ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിവെക്കാനും വളരെ സൗകര്യമാണ്. വലിയ ചെടി വളർത്തുന്നതിന് 10 ഇഞ്ച് ചട്ടികളാണ് ഉത്തമം. ചെറിയ ചെടികൾ എപ്പോഴും ചെറിയ ചട്ടിയിൽ മാത്രമേ നടാൻ പാടുള്ളൂ. ചെറിയ ചെടികൾ വലിയ ചട്ടിയിൽ നട്ടാൽ എളുപ്പം വളരില്ല. ചട്ടി നിറയ്ക്കാൻ പല മാധ്യമങ്ങളും ഉപയോഗിക്കാമെങ്കിലും ഓടിൻ കഷ്ണവും കരിയുമാണ് ഉത്തമം. ചട്ടിയുടെ ചുവട്ടിൽ 2 മുതൽ 3 ഇഞ്ച് പൊക്കത്തിൽ വലിയ ഓടിൻ കഷ്ണം ഇടണം. വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ ഇത് സഹായിക്കും. അതിനു മുകളിലായി ചെറുതായി ഉടച്ച ഓടിൻ കഷ്ണവും കരിയും കൂടി കലർത്തിയിടണം. ചെടി നടാം. ചെറുതായി
മുറിച്ച് ചകിരി കളഞ്ഞ തൊണ്ടിൻ കഷ്ണം വേരിന് സമീപത്തിടണം. ചട്ടി ഒരിക്കലും നിറയെ നിറയ്ക്കാൻ പാടില്ല. ചെടി വളരുന്നതിനനുസരിച്ച് ആറ്റുമണ്ണും തൊണ്ടിൻ കഷ്ണവും കൂടിക്കലർത്തി ഇട്ടുകൊടുക്കാം. ചെടികൾ കാലത്തും വൈകിട്ടും നനയ്ക്കണം. 4-5 ഇലകൾ നിർത്തിയ ശേഷം ശേഷിക്കുന്നവ മുറിച്ചു മാറ്റണം. ആന്തൂറിയം ഒരു ദുർബല സസ്യമായതിനാൽ ജൈവവളങ്ങൾക്ക് പ്രാധാന്യം നൽകാം. ന്യൂസ് ഡെസ്ക്. നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ക്രിസ്മസിന് റിലീസ് ചെയ്യാൻ കഴിയാതെ പോയ മലയാള ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തി തുടങ്ങി. ദുൽഖർ സൽമാൻ നായകനായ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രമാണ് ഇന്ന് റിലീസ് ചെയ്തത്. മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ നാളെ പ്രദർശനത്തിനെത്തും. അടുത്തയാഴ്ച കൂടുതൽ മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തും. ക്രിസ്മസ് പുതുവത്സരകാലത്ത് മികച്ച കളക്ഷൻ നേടാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മലയാളം ചിത്രങ്ങളാണ് തിയേറ്റർ സമരം അവസാനിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി തുടങ്ങിയത്. തിയേറ്ററിൽ ആദ്യമെത്തിയ സത്യൻ അന്തിക്കാട് ഒരുക്കിയ ദുൽഖർ സൽമാൻ നായകനായ ജോമോന്റെ സുവിശേഷങ്ങൾക്ക് നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. 100-ലധികം കേന്ദ്രങ്ങളിൽ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ സമരം നടത്തിയ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ഭാരവാഹികളായ ലിബർട്ടി ബഷീർ ഉൾപ്പെടെയുള്ളവരുടെ തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനായി നൽകിയിട്ടില്ല. 25 തിയേറ്ററുകൾക്കാണ് ജോമോന്റെ സുവിശേഷങ്ങൾ റിലീസിനായി ലഭിക്കാത്തത്. മോഹൻലാലും മീനയും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന കുടുംബചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ നാളെ സംസ്ഥാനത്തെ തിയേറ്ററുകളിലെത്തും. ഈ സിനിമയും ഫെഡറേഷൻ ഭാരവാഹികളുടെ തിയേറ്ററുകൾക്ക് കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് നടൻ ദിലീപും നിർമ്മാതാക്കളും നേതൃത്വം നൽകുന്ന പുതിയ തിയേറ്റർ സംഘടന. ജിബു ജേക്കബാണ് മോഹൻലാൽ ചിത്രത്തിന്റെ സംവിധായകൻ. കാമ്പോജി, എസ്ര, ഫുക്രി എന്നീ മലയാള ചിത്രങ്ങളും സൂര്യനായകനാകുന്ന സിംഗം 3യും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രദർശനത്തിനായി എത്തും. വൈകിയെങ്കിലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച റെക്കോർഡ് കളക്ഷൻ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ടേക്ക് ഓഫിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, പാർവതി മേനോൻ തുടങ്ങിയ നീണ്ട താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമായുണ്ട്. ആരവങ്ങളില്ലാതെ വന്ന ട്രെയിലർ ഓൺലൈൻ ലോകത്ത് തരംഗം സൃഷ്ടിക്കുകയാണ്. ഫേസ്ബുക്കിൽ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെ നടി കാവ്യ മാധവൻ പോലീസിൽ പരാതി നൽകി. ഓൺലൈൻ പോർട്ടലുകൾ തന്നെ അധിക്ഷേപിച്ചതായി പരാതിയിൽ പറയുന്നു. അപകീർത്തിപ്പെടുത്തുന്ന ഓൺലൈൻ പോർട്ടലുകളുടെ പേര് സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. തന്റെ ഇ കൊമേഴ്സ് സംരംഭത്തെ അധിക്ഷേപിക്കുന്നുവെന്ന് കാവ്യ എറണാകുളം റേഞ്ച് ഐജിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ദിലീപ് കാവ്യ വിവാഹത്തിന് ശേഷം ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ അപകീർത്തികരവും അശ്ലീല ചുവയുള്ളതുമായ പോസ്റ്റുകൾക്കും ട്രോളുകൾക്കുമെതിരെയാണ് കാവ്യ പരാതി നൽകിയിരിക്കുന്നത്. വിവാഹവുമായി ബന്ധം പോലുമില്ലാത്ത പോസ്റ്റുകൾക്ക് താഴെയും അസഭ്യ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരെയും കാവ്യയെയും താരതമ്യം ചെയ്യുന്ന പോസ്റ്റുകളടക്കം മാനഹാനി ഉണ്ടാക്കിയതായും കാവ്യ എറണാകുളം റേഞ്ച് ഐജിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. കാവ്യയുടെ ഓൺലൈൻ വ്യാപാര സൈറ്റായ ലക്ഷ്യക്കെതിരെയും അപകീർത്തികരമായ ട്രോളുകൾ പ്രചരിച്ചിരുന്നു. ലക്ഷ്യയുടെ ഫേസ്ബുക്ക് പേജിലും നിരവധി അശ്ലീല കമന്റുകൾ വന്നിരുന്നു. ഇത്തരത്തിൽ കമന്റുകൾ ഇട്ടവർക്കെതിരെയും തനിക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച ചില ഓൺലൈൻ പോർട്ടലുകൾക്കെതിരെയും നടപടിയെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നാക്രമണമായി സംഭവത്തെ കാണണമെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വ്യാജ വിവാഹ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെയും വ്യാജ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയവർക്കെതിരെയും കാവ്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. കാവ്യയുടെ പരാതിയെ തുടർന്ന് വനിതാ CI കാവ്യയിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചതായി സൂചനയുണ്ട്. പരാതിയിൽ ശക്തമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കടത്തനാടൻ വീരകഥകൾ പറഞ്ഞ കേരള നടനവും 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അരങ്ങിലെത്തിയത്. നിറഞ്ഞ കാഴ്ചക്കാരാൽ സമ്പന്നമായ നിളയിലായിരുന്നു വടക്കൻപാട്ടിലെ കഥാപാത്രങ്ങൾ കഥ പറഞ്ഞ് കടന്നുപോയത്. വടക്കൻപാട്ടിലെ പ്രതിനായകൻ ചതിയൻ ചന്തുവിന്റെ കഥ പറഞ്ഞാണ് ഒട്ടുമിക്ക കേരള നടനവും ഒന്നാം വേദിയായ നിളയെ കയ്യിലെടുത്തത്. കഥകളിയുടെ ചടുലതയും മോഹിനിയാട്ടത്തിന്റെ ലാസ്യവുമായി അണിഞ്ഞൊരുങ്ങി വന്ന സുന്ദരിമാർ നിലയ്ക്കൊപ്പം അലിഞ്ഞു ചേർന്നു. കടത്തനാടിന്റെ മണ്ണിൽ വന്ന് വീരഗതയ്ക്കൊപ്പം ആടിത്തിമർക്കുമ്പോൾ കണ്ണൂരിന്റെ എത്ര പറഞ്ഞാലും തീരാത്ത ചരിത്രം സംവദിച്ചുകൊണ്ടേയിരുന്നു. ഉണ്ണിയാച്ചയുടെ സെയിം സ്റ്റോറി, മറ്റേ സിനിമയില്ലേ മമ്മൂട്ടിയുടെ, അതിൽ സെയിം സ്റ്റോറിയാണ് ചെയ്തത് ഉണ്ണിയാച്ചയെ കുറിച്ചുള്ള. വടക്കൻ പാട്ടുകളിലും കഥകളിലും ആവേശം പകർന്നു തന്ന കഥാപാത്രങ്ങൾ ഓരോന്നോരോന്നായി നിളയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. എത്ര കേട്ടാലും മതിവരാത്ത ആ കഥകൾക്ക് എത്ര കണ്ടാലും കൊതിതീരാത്ത ദൃശ്യാവിഷ്കാരം ചമച്ചാണ് മത്സരാർത്ഥികൾ മടങ്ങിയത്. കലോത്സവ വേദിയിൽ നിന്നും മേഘ മാധവൻ. കലോത്സവത്തിനെത്തി ഹർത്താലിൽ കുടുങ്ങിയവർക്ക് IRPCയുടെ സാന്ത്വനം. സംഘാടക സമിതിയുടെ ഭക്ഷണം കിട്ടാത്തവർ IRPCയുടെ കൗണ്ടറിലെത്തിയാൽ മതി.
IRPCയുടെ നേതൃത്വത്തിൽ പ്രധാന വേദിയോട് ചേർന്നാണ് ഭക്ഷണ വിതരണം. 2000-ഓളം പേർക്ക് ഭക്ഷണമുണ്ട്. ഹർത്താൽ ദിനത്തിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് IRPC ഉപദേശക സമിതി ചെയർമാൻ P. ജയരാജൻ പറഞ്ഞു. ഇന്ന് ഹർത്താൽ ദിവസം ഹോട്ടലുകൾ നിർബന്ധപൂർവം BJP-ക്കാർ അടപ്പിച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മത്സരാർത്ഥികൾക്കും മറ്റും സംഘാടക സമിതി തന്നെ ഭക്ഷണം നൽകുന്നുണ്ട്. അതുകൂടാതെയുള്ളവർക്ക് ഭക്ഷണ സൗകര്യം IRPC ഒരുക്കിയിട്ടുണ്ട്. ഈ കലോത്സവ മത്സരങ്ങൾ കാണാനെത്തിയിട്ടുള്ള മറ്റാളുകൾക്ക് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് IRPC ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കഞ്ഞിയും പയറുമാണ് നൽകുന്നത്. സംഘാടക സമിതിയുടെ ഭക്ഷണം ലഭിക്കാത്തവർക്കാണ് ഈ സൗകര്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണ വിതരണം സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധേയമാകുന്നു. രാവിലെ 7 മുതൽ രാത്രി 11 വരെ നീളുന്ന വിളമ്പലിന് KSTAയുടെ കീഴിലുള്ള 700ഓളം അധ്യാപകരാണ് നേതൃത്വം നൽകുന്നത്. ഹർത്താൽ ദിനത്തിൽ പതിവിലും വലിയ തിരക്കായിരുന്നു ഊട്ടുപുരയിൽ. വിഭവങ്ങൾക്ക് രുചി എത്രയാണെങ്കിലും വിളമ്പുന്നവരുടെ മുഖം തെളിഞ്ഞില്ലെങ്കിൽ ആസ്വദിച്ച് കഴിക്കാൻ പോയിട്ട് വിളമ്പുന്നത് മുഴുവൻ കഴിക്കാൻ പോലുമാവില്ല. ഇവിടെയാണ് കലോത്സവ ഭക്ഷണപ്പുര വ്യത്യസ്തമാകുന്നത്. ഭക്ഷണത്തിനായി എത്തുന്ന എല്ലാവരെയും പൂർണ്ണ തൃപ്തരാക്കി മാത്രമേ മടക്കി അയക്കൂ എന്ന വാശിയിൽ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് ഭക്ഷണശാലയിലെ അധ്യാപകർ. പായസമടക്കം 8 വിഭവങ്ങൾ ദിവസവും ഊണിനായി വിളമ്പുന്നു. നല്ല ഭക്ഷണമാണ്. സാമ്പാർ, മോരുകറി, അച്ചാറ്, അതുപോലെ പ്രഥമൻ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണ രീതിയാണ് ഇവർ ഏർപ്പാടാക്കിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ 15 സബ് ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരുടെയും 40 TTIക്കാരുടെയും 75 സ്പോർട്സ് ഡിവിഷൻ കുട്ടികളുടെയും സേവനം ദിവസവും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് ഫുഡ് കമ്മിറ്റി കൺവീനർ VP മോഹനൻ പറഞ്ഞു. ജില്ലയിലെ പരമാവധി അധ്യാപകരെ ഭക്ഷണശാലയിൽ ഈ വിഭവങ്ങൾ സെർവ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാവരും യുവജനോത്സവത്തിൻ്റെ ആവേശത്തിലേക്ക് വരുന്ന നിലയിൽ ഈ ഭക്ഷണശാലയുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിനുള്ള ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 14 വരികളിലായി 3000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണമാണ് ജവഹർ സ്റ്റേഡിയത്തിൽ ഉള്ളത്. 2 വരികളടങ്ങുന്ന ഒരു റോയിൽ 35 അധ്യാപകരുടെ സേവനം. ഊട്ടുപുരയിൽ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പാചകവും. ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ മാത്രം കലയല്ല, വിളമ്പുന്നതിൻ്റേത് കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഒരു കൂട്ടം അധ്യാപകർ. ക്യാമറാമാൻ ഷൈജു പിലാത്തറയ്ക്കൊപ്പം ഭക്ഷണശാലയിൽ നിന്നും AK ലതീഷ്.